സിനുവിന്റെ ഫാമിലിക്കൊക്കെ എങ്ങനെയാണ് നമ്മുടെ വ്ളോഗിങ്ങിന്റെ കാര്യത്തിലൊക്കെ അവരുടെ ഒരു ഇഷ്ടം എങ്ങനെയാണ്? ഞാൻ നിൽക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. ഓർക്കും ഇങ്ങനെ ചാനൽ വരുന്നോടൊന്നും പക്ഷെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് ഇങ്ങനെ എടുക്കുമല്ലോ, അത് വലിയ ഇഷ്ടമില്ല. അവിടെ നിന്ന് ഇങ്ങനെ കണ്ടാലൊന്നും കുഴപ്പമില്ല. ഇപ്പം ഈ ചക്കരയുടെ ആണെങ്കിലും സോഫിയയുടെ ആണെങ്കിലും ഇവര് തമ്മിലൊക്കെ ഉള്ള ഇഷ്യൂ അതെല്ലാം സത്യം പറഞ്ഞാൽ ഒരു ഫാമിലിയിൽ നിൽക്കേണ്ട സംഭവം ഇങ്ങനെ ലോകം മൊത്തം അറിയുമ്പോഴത്തേക്ക് അതെ അതൊക്കെ ഇങ്ങനെ ഇപ്പൊ ഈ ലോകം മൊത്തം ഇങ്ങനെ അറിയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവർക്കും ചാനൽസ് ഉണ്ട്, പക്ഷെ ഇവരുടെയും ഈ പറയുന്ന പോലെ ഹസ്ബൻഡിന്റെ ഫാമിലീസിനും അവിടെ നിന്നൊക്കെ അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? അവരുടെ റിയാക്ഷനേക്കാൾ കൂടുതൽ അവരെ ഫേസ് ചെയ്യണ നമുക്കായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഈ ഫാമിലിനെ അവരുടെ ഫാമിലി. കാരണം ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന ഇഷ്യൂ അത് ബാധിക്കുന്ന ബന്ധുക്കാരെ ബാധിക്കുമ്പോ ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഇവളെ വീട്ടിൽ പോകുമ്പോഴൊക്കെ നമുക്ക് ഇഷ്യൂ തന്നെ അല്ലേ. ഫാമിലി ഫംഗ്ഷന് വരുമ്പോ മറ്റേത് വീട്ടിലിറക്കണ ചിലപ്പോ നമ്മളെ വീട്ടുകാർ മാത്രം അറിയുന്ന കേസ് നാട്ടുകാർ മൊത്തം അറിയുമ്പോ അതെല്ലാവർക്കും ബാധിക്കും. അങ്ങനെ ഒരു ഫേസ് ചെയ്യല് ഭയങ്കര ബുദ്ധിമുട്ട്. അതൊന്നും ആരും ചിന്തിക്കാതെ പറ്റിപ്പോയതാ. പിന്നെ നമുക്കുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒന്നിക്കുന്നത് വരുമ്പോഴാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം നമ്മൾ ഇനി വീഡിയോസ് ഒരാൾ തെറ്റി അകന്ന് നിൽക്കുകയാണെങ്കിൽ ആ ഒരു പേരിൽ പിന്നെ പ്രശ്നം തന്നെ ആവും. അപ്പോൾ പിന്നെ എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആക്കി, നമുക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം, എല്ലാം പ്രശ്നം സോൾവ് ആയി വരിക എന്നുള്ളത്. അതെ, ഈ ഫാമിലി ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴും ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊക്കെ ആയിരിക്കും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അതിനേക്കാൾ പ്രശ്നം രക്തബന്ധങ്ങൾ വേർപെടുന്നത് വലിയ പ്രശ്നം തന്നെ അല്ലേ. ആൾക്കാർ പറയുന്നത് പോട്ടെ, കാരണം നമ്മുടെ ഫാമിലി തകരുമ്പോ പ്രശ്നം തന്നെ അല്ലേ. പണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബവും, ഇപ്പൊ കൂടുമ്പോൾ ഭൂകമ്പം ആവുന്നതും കുടുംബമാണെന്നാണ്. അല്ല, നമ്മളെ ഇപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി, പൊതുവെ ഒരു ഫാമിലിയിൽ ഒരു പ്രശ്നം നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതെല്ലാവരും തലയിലിടുന്നത് വന്ന് കയറി വന്ന ആളുടെ തലയിലോട്ടാ, പുള്ളിക്കാരത്തി വന്നു ഇതായി, അങ്ങനെ എല്ലാവരും അങ്ങനെ ഇടുന്നത്. ഞാനിപ്പോഴെന്താ വെച്ചാ ഞാനിപ്പോ അമ്മായിമ്മ പോരാണെന്ന് പറയുമ്പോ ആ വീഡിയോസിനൊക്കെ ഭയങ്കര റീച്ചേക്കാരം. ഞാൻ അപ്പൊ അധികം കൂടുതൽ അങ്ങനത്തെ ക്യാപ്ഷൻസിലൊക്കെ എഴുതല്, കാരണം എന്താ വെച്ചാൽ ആളുകൾക്ക് അതാണ് ഇഷ്ടം. അത് സിനു ഉമ്മീൻ തെറ്റിന്ന് പറഞ്ഞ എന്റെ പൊന്നു, വെറുതെ ഒരു ക്യാപ്ഷൻ ഇട്ടാൽ മതി, ആ വീഡിയോയ്ക്ക് എത്ര വ്യൂസ് ആയിരിക്കും. നല്ല വ്യൂസ് ആയിരിക്കും. കാരണം അങ്ങനെ എന്താ അറിയില്ല, അങ്ങനത്തെ കാണാനാണ് കൂടുതൽ ഇഷ്ടം. നേരെ മറിച്ച് ഇന്ന് ടൂറ് പോയ സ്ഥലം അടിപൊളിയായിരുന്നു പറഞ്ഞ ഒരു മനുഷ്യൻ കാണൂല. അതങ്ങനെയാ. മറ്റൊരു ക്യാപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ചക്കരനെ പറഞ്ഞു വിട്ടു, സിനു പറഞ്ഞു വിട്ടു എന്നൊക്കെ പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ അത് കേൾക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഈ ബാക്കി കണ്ടന്റ് കാണാതെ തംബ്നെയിൽ മാത്രം കണ്ട് കമന്റ് അടിക്കുന്നവരുണ്ടോ? കമന്റ് അടിക്കുന്നവരുണ്ട്, വീഡിയോ ഫുള്ള് കാണുന്നില്ല. അതാണ് കൂടുതൽ ഞങ്ങൾക്ക് വരിക. അപ്പൊ സിനിമ എപ്പോഴേലും പറയാറുണ്ട് തംബ്നെയിൽ മാറ്റണം എന്നൊക്കെ? ഓളന്നെ ഇടക്ക് മാറ്റാറുണ്ട്, കാരണം ഓളെ അക്കൗണ്ടിലും നമ്മുടെ ചാനൽ കണക്റ്റാ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ കമന്റ്സ് ഒന്നും കൂടുതൽ ഡിലീറ്റ് ആക്കാനതാണ് എനിക്ക് നേരം ഉണ്ടാവില്ല. അപ്പൊ ഓളിങ്ങനെ ഫ്രീ ആയി നിൽക്കുന്ന ടൈമിലൊക്കെ ഓളത് ഒഴിവാക്കലൊക്കെ ഉണ്ട്. ഈ ഫാമിലി വ്ളോഗേഴ്സിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി വരുന്ന കമന്റ്സ് ആണ്, നിങ്ങളിത് നെക്സ്റ്റ് ഫോർച്യൂണർ ലോഡിംഗ് എന്നും അതുപോലെ തന്നെ പുതിയ വണ്ടി എടുക്കാനാ, അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ ഓൺ ആക്കിയിട്ടിട്ട് പൈസ ഉണ്ടാക്കാനാ, അങ്ങനെയൊക്കെ വരുന്ന കമന്റുകൾ വരാറുണ്ട്. അത് എന്താ സംഭവം വെച്ചാൽ അതൊരു കോണ്ടന്റ് ബേസിൽ ചെയ്യുന്ന ആളുകൾക്കാണ് ആ പ്രശ്നമുള്ളൂ. നമ്മളൊരിക്കലും ചാനൽ കോണ്ടന്റ് അല്ല, അന്നെന്താ വിഷയങ്ങൾ ഇപ്പൊ ചിലപ്പോ ഒന്ന് മുരിങ്ങാക്കറി വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയ റോ ആയിട്ടങ്ങ് പോവാ. അല്ലാതെ ഒരു അഭിനയിച്ചിട്ടുള്ള ഒരു കോണ്ടന്റ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അത് ഉണ്ടാക്കുക, അങ്ങനത്തെ നമ്മൾ ചെയ്തില്ല. ഇപ്പൊ ഈ ഒരു പ്രശ്നം വന്ന തന്നെ റിയൽ ആയിട്ട് നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആയിരുന്നു. അത് നമ്മളൊരിക്കലും പ്രശ്നമാക്കിയതല്ല. ഞാൻ ഒരിക്കലും അത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയം വെച്ചെങ്ങാണ്ട് എനിക്ക് വമ്പ് റീച്ച് ഉണ്ടാക്കാം. പക്ഷെ അവിടെ നമ്മൾ തോറ്റു പോകുന്നത് നമ്മളാണ് തോറ്റു പോകുന്നത്. കാരണം നമ്മളെ തന്നെ തിന്നാൻ കൊടുത്ത് അതിന് പൈസ ഇട്ടിട്ട് എന്താ കാര്യമുള്ളൂ? ഒരു കാര്യമില്ല അല്ലേ. നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു വിഷയം വന്നപ്പോൾ ഒരു വിഷയം പെട്ട് കഴിഞ്ഞാൽ അത് ക്ലിയർ ആക്കി വരുമ്പോൾ അതൊരു 10 വീഡിയോസ് എല്ലാം വരും. ആ 10 വീഡിയോസിൽ നെഗറ്റീവ്സും വരും. ഇവിടുന്ന് ഒരു 10 വീഡിയോസ് അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് ഒരു 10 വീഡിയോസ് ഇങ്ങോട്ട് വരും. അതിൽ മൊത്തം നാറുന്നത് നമ്മളാണ് അല്ലേ. ഇതിന്റെയൊക്കെ ആൾക്കാർ പറയുന്നത് നമ്മളെയാണല്ലോ പറയുന്നത്, ഫാമിലിനാണല്ലോ പറയുന്നത്. ഇപ്പൊ ചക്കര ആണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും മൂത്ത സിസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഇവരാരെ പറയുമ്പോഴും ഈ ഫാമിലിക്കാണല്ലോ പ്രശ്നം. അത് ചിന്തിച്ചാൽ മതി. എത്ര എല്ലാ ഒരു കുടുംബത്തിലെ ആളുകൾ എല്ലാം ഒരു കുളത്തിലെ മീനാണല്ലോ എന്ന് പറഞ്ഞാൽ. ഈ ഇപ്പം നമ്മള് നൗഫലിനെ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ
ജോലികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും വലിയൊരു ഗ്രോത്താണ് വന്നത്. അപ്പോൾ ചിലപ്പം സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള പിള്ളേരുടെയൊക്കെ പുറകിനായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഗ്രോത്ത് കാണുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷൻ കാണുമ്പോഴത്തേക്ക് പഠിച്ച സ്കൂളിലെ ടീച്ചേഴ്സിനൊക്കെ അവരുടെയൊക്കെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ്? അവരൊക്കെ അന്ന് കിട്ടാത്ത വാല്യൂ ഒക്കെ ഇന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് പഠിക്കാനുള്ള സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ കുടുംബവും ഉപ്പ ഉണ്ടായിരുന്നു, എങ്കിലും പ്രാരാബ്ദം മൊത്തം നമ്മുടെ തലക്കായിരുന്നു. അതായത് ഉമ്മാനെയും കൊണ്ട് ഒറ്റക്ക് പോയി വീട്ടിലൊന്നും ജോലികൾ ചെയ്തിട്ട് എത്തിയായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ മാർക്കറ്റിലേക്ക് പണിക്കൂടായിരുന്നു. 5 മണിക്ക് ഇവിടുന്ന് ഒരു പച്ചക്കറിക്കാരൻ പോകും, അയാളപ്പം എന്നെ വിടും. അത് കഴിഞ്ഞിട്ട് എനിക്ക് സ്കൂളിലോട്ട് പോകണം. 9:30 വരെ ഞാൻ ഈ 4 ഗ്ലാസും വെക്കുന്ന പാത്രം കൊണ്ട് എല്ലാ മാർക്കറ്റിലൂടെയും പോയിട്ട്, ഈ മീൻ മാർക്കറ്റ് ഉണ്ടാവും, ഇറച്ചിക്കട ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും, അതിലോട്ടൊക്കെ ഇങ്ങനെ അവിടെ ഗ്ലാസ് ചായ വെച്ച് കൊടുക്കുന്ന പണിയാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോരണം. എത്ര വയസ്സിലാണ് ഇതൊക്കെ ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ടൈമിലാണ്. അപ്പൊ ആ ടൈമിലൊക്കെ നമ്മൾ എന്താ വെച്ചാൽ സ്കൂളിൽ എത്തുമ്പോൾ കൂടുതൽ സ്കൂളിന്റെ പുറത്തുണ്ടാവില്ലേ. ടീച്ചർമാരോട് പറയും, അപ്പൊ പറയും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് വരിക, പേരൻസിനെ കൂട്ടി വരാനൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പേരൻസും വരില്ല. പിന്നെ ഓൽക്ക് തന്നെ തോന്നും. അങ്ങനെ കയറി 10ാം ക്ലാസ് എത്തിയപ്പോൾ പിന്നെ അങ്ങനെ കൂടുതൽ വഷളായി, സ്കൂളിൽ തീരെ പോകാൻ പറ്റാതായി. അപ്പോഴേക്കും മൂത്ത സിസ്റ്ററിന്റെ കല്യാണമായി 10ൽ പഠിക്കുന്ന ടൈമിൽ. അങ്ങനെ അതും എന്താണ് അവിടെ അങ്ങനെ പഠിത്തം അങ്ങനെ സ്റ്റോപ്പായി എന്നുള്ള ലെവലില് ഒരു ടീച്ചർക്ക് നമ്മളോട് നല്ലൊരു ഇതുണ്ടായിരുന്നു. നമ്മുടെ ഒരു ഇവിടെ അടുത്ത് തന്നെ അയലൊക്കത്ത്. അങ്ങനെ ആ ടീച്ചർ ഹാജർ എനിക്ക് ഇത് കുറവായിരുന്നു. അങ്ങനെ ആ ടൈമിൽ എൻ്റെ കാലൊക്കെ ഒടിഞ്ഞ ടൈമായിരുന്നു. അങ്ങനെ ആ മെഡിക്കലൊക്കെ കാണിച്ചിട്ട് പരീക്ഷയൊക്കെ എഴുതി 10ാം ക്ലാസ്സൊക്കെ പാസ്സായി. അതാണ് ഇന്നിപ്പോൾ അതേ സ്കൂളിൽ പുറത്ത് നിർത്തി അതേ സ്കൂളിൽ ഇപ്പോൾ നമ്മളെ 2-3 പ്രോഗ്രാമിന് ഗസ്റ്റായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇവിടെ മുംബൈയിലുണ്ട്. എന്താ നമ്മളെ കൊണ്ടോട്ടിയിൽ കോളേജിൽ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പോയിട്ട് ഞാൻ എന്ത് പറയും എന്നുള്ളതാണ് എനിക്കറിയാം. കാരണം വിദ്യാഭ്യാസമുള്ളവരുടെ മുന്നിലാണ് നമ്മൾ പോയി നിൽക്കേണ്ടി. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ, നമുക്കൊരു വാല്യൂ ഉണ്ടെങ്കിലാണ് എപ്പോഴും അംഗീകാരം ഉള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പറയുന്ന ജീവിതം പറയാനാ പറയാം. അതായത് നമ്മൾ സക്സസ് ആയാൽ മാത്രമേ നമുക്ക് വാല്യൂ ഉള്ളൂ. ഞാൻ എന്നിട്ട് അവിടെ പോയി ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് പറയാനൊന്നും അറിയില്ല, എനിക്കിപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ട് കോളേജിൻ്റെ മുന്നിൽ വന്നിട്ട് ഞാൻ എന്താ സംസാരിക്കണ്ടേ, എനിക്കെൻ്റെ ജീവിതം പറയാനേ പറ്റുള്ളൂ, അത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. സക്സസ് ആയവരെയാണ് ഈ മോട്ടിവേഷൻ ചെയ്യാൻ കൊണ്ടുവരുന്നത് ആവശ്യം. അതാണ്. അപ്പോൾ ഞാൻ സക്സസ് ആയാലേ വില ഉള്ളൂ. ഈ സ്കൂളിലായാലും കോളേജിലായാലും ഈ കുട്ടികളുടെ ആവശ്യപ്രകാരം ആയിരിക്കുമല്ലോ വിളിച്ചത്. അതായത് കുട്ടികളുടെ ആവശ്യവും പിന്നെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സക്സസ് ആവണം, നമ്മൾ ഡെയിലി ഇങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴത്തേക്ക് വെച്ചാൽ അവർക്ക് മോട്ടിവേഷനാണ്. അപ്പൊ അതിന് മനസ്സിലായി സക്സസ് ആയതിനോട് വില ഉള്ളൂ, അല്ലാത്തവന് ഒരു വിലയില്ല. അന്ന് ഞാൻ സക്സസ് അല്ലായിരുന്നു, അന്ന് ഞാൻ സ്കൂളിന്റെ പുറത്തായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പഠിച്ചില്ലെങ്കിലും നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ നമ്മൾ തിരിച്ചറിയുന്നതുകൊണ്ടും നമ്മളോരോ പരിപാടിക്ക് വിളിക്കുന്നതുകൊണ്ടും ഓൽക്ക് നമ്മളെ ആവശ്യമുണ്ട്. അതാണ്. എന്റെ ജീവിതം കൊണ്ട് ഞാൻ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ ഇപ്പൊ യാത്രകളാണെങ്കിലും നിങ്ങളിപ്പോ ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാല് യാത്രകളൊക്കെ ഒരുപാട് സ്വപ്നം കണ്ട് അല്ലേ? എനിക്കൊരു കുഞ്ഞു യാത്ര ചെയ്യണം. 2022 വരെ ഒരു ലോകം കാണാത്തൊരു മനുഷ്യനായിരുന്നു. 2025 ഇത് കഴിയാനായി നിൽക്കുമ്പോഴേക്കും ഒരുവിധം സ്ഥലങ്ങളൊക്കെ കണ്ടു. ഇനി ഇൻഷാ അല്ലാഹ് 25-ാം തീയതി വെള്ളപ്പാന്റെ അടുത്തേക്ക് പോകണം, ഖത്തറിൽ പോവാണ്. ഉമ്മാനെ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറ്റണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് കയറ്റി. ഉമ്മാനെ ആദ്യമായിട്ട് ഉമ്രക്ക് വിടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഉപ്പാന് വിടണം എന്നായിരുന്നു. പക്ഷെ ഉപ്പാക്ക് വരാൻ പറ്റിയില്ല, മരണപ്പെട്ടു. അതുകൊണ്ട് ഉപ്പാക്ക് വേണ്ടിയിട്ട് ഉമ്ര ചെയ്തോടെ. ഇനി അടുത്ത ഞങ്ങളൊരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകുന്നു. ഞങ്ങൾ എല്ലാ മാസവും ഓരോ ട്രിപ്പ് പോകും. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്തായിട്ട് ഇങ്ങനെ പോകും. യാത്രകളെ ഓർക്കാണ്ടുള്ളൂ. അതൊക്കെ ഒരു മെമ്മറീസ് ആണല്ലോ. പിന്നെ ഈ ഒരു വീഡിയോസിന്റെ കടന്നുള്ള ടെൻഷൻ മാറിക്കിട്ടുകയും ചെയ്യും. പിന്നെ യാത്രകൾ പോകുന്ന സമയത്ത് അതെല്ലാം തന്നെ എല്ലാം വ്ളോഗിൽ എടുക്കാറുണ്ടോ? എല്ലാം എടുക്കാറുണ്ട്. ഞാനിപ്പോ എങ്ങോട്ട് പോകുമ്പോഴും അതിലൊരു ബിസിനസ്സും പാടെ കാണാറുണ്ട്. കാരണം ഇപ്പൊ അങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് എടുത്തു, അത് നമുക്കൊരു മെമ്മറിയും പാടെ. ഇപ്പൊ നമ്മളിപ്പോ ഒരു കാശ്മീർ പോവാണെങ്കിൽ ഒരു മെൻഷൻ ചെയ്ത് കാശ്മീർ അടിച്ചു കഴിഞ്ഞാല് നമുക്ക് എന്തെങ്കിലും എടുത്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ അത് പക്ക ഡയറി ആയിട്ട് കിടക്കുന്നുണ്ട്, ഡോക്യുമെന്ററി ആയിട്ട് കിടക്കുന്നുണ്ട്. എല്ലാ ലൈഫിലെ എല്ലാ മൊമെന്റ്സും അങ്ങനെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ സക്സസ് നമ്മള് ഇപ്പൊ ആദ്യം മുതൽക്കുള്ള വീഡിയോസ് നോക്കുകയാണെങ്കിൽ അത് മുതൽ ഇങ്ങനെ കാണാൻ പറ്റുക. കാരണം ബുക്കിൽ എഴുതി വെക്കണമെങ്കിൽ എത്ര കാലം എഴുതി വെക്കണം,
ഇതിപ്പോ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്തിട്ട് TV അടിച്ചാൽ തന്നെ സംഭവം വരുമല്ലോ. പിന്നെ കറക്റ്റ്. അപ്പോ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എല്ലാം കൊണ്ടും ഹാപ്പിയാണ് അല്ലേ? 4 വർഷം കൊണ്ട് ലൈഫ് മാറിയതാണ്. 4 വർഷം കൊണ്ട് ഞാനൊരു സ്വപ്നത്തിലാണ് ഇപ്പോഴും. നമ്മളതിനിപ്പോ നീച്ചില്ല, ഇനി അത് നടക്കുമെന്ന് നോക്കണം സ്വപ്നമായിരുന്നു. പിന്നെ എല്ലാരും പറയുമാര് വന്ന് കയറിയ പെണ്ണിന്റെ ഐശ്വര്യം എന്നൊക്കെ പറയും. അങ്ങനെ പറയാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പറയാനായിട്ട്? അല്ല, അവള് വന്നതിന് ശേഷം കുറെ പറയുമ്പോ ഇങ്ങനെ പറയാറുണ്ട് എല്ലാരും. വന്നതിന് ശേഷമാണ് വീടുണ്ടായത്, കുട്ടി ഉണ്ടായത്, 2 മക്കള്, വീടുണ്ടായത്. കാർ അതിന് മുന്നേ ഉണ്ടായിരുന്നു. വീടുണ്ടായത്, പിന്നെ നമ്മുടെ ചക്കരയുടെ കല്യാണം, അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിലെ കുറെയൊക്കെ സംഭവങ്ങള്. അതെ, ഈ പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ ആയാലും തമാശയായിട്ടെങ്കിലും ഇങ്ങനെ പറയാറുണ്ടോ? എല്ലാം ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ല. ആള് പറയാറുണ്ടോ? സിനിമ പറയാറുണ്ടോ? എല്ലാം എന്റെ ഭാഗ്യാണെന്ന് തന്ത വൈബിലോട്ട് മാറിപ്പോയി. അതെ. അല്ല, ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ 3 വർഷം കൂടി നമ്മുടെ ലൈഫിലെ മാറ്റം എന്ന് പറഞ്ഞാൽ എടുത്തു പറയാനുള്ളത്, 1 വീട്, ആഗ്രഹിച്ച പോലത്തെ ഒരു വീട്, 2 ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം, പിന്നെ പെങ്ങന്മാരെന്ന് പറഞ്ഞാൽ ചെറിയ പെങ്ങളെ കെട്ടിച്ചു വിട്ടത് ഞാനാണ്. അങ്ങനെ എല്ലാം 30 വയസ്സിനകത്താ. 25 വയസ്സ് വരെ ഒന്നും അല്ലാതെ നിൽക്കായിരുന്നു. 5 വർഷത്തിനുള്ളിൽ ഒരു മനുഷ്യന് ആയുഷ്കാലം ചെയ്യേണ്ട സംഭവം 5 വർഷം കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതിൽ അഹങ്കരിക്കണില്ല കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ ഭയങ്കര പ്രൗഡാണ്. എന്നെ സംബന്ധിച്ചിട്ട് ഒരു വിദ്യാഭ്യാസം എന്താണ്, +2 വിദ്യാഭ്യാസം ഉണ്ട് എങ്കിൽ പോലും ഈ ഒരു വിദ്യാഭ്യാസത്തിൽ എന്നേക്കാൾ പഠിച്ച ആളുകൾ ഇപ്പോഴും വെഡിങ് സെന്ററിലൊക്കെ നിന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ അവരെ ആഗ്രഹം, കാരണം അവരെ ബെഞ്ചിൽ നോക്കിയിട്ട് ഓരോ പേജ് നോക്കി ഞാൻ കോപ്പി അടിച്ചിരുന്ന ആളാണ്. അതാണ് കാരണം, അവർക്കൊന്നും ആവാൻ പറ്റാതെ എനിക്കിതിങ്ങനെ ആവാൻ പറ്റിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ടും പിന്നെ പഠിച്ചവൻ്റെ തുണയും പിന്നെ വീട്ടുകാരുടെ പ്രാർത്ഥനയും മൊത്തത്തിൽ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. അതെ, എന്തായാലും അതേപോലെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഹാപ്പിയാണെന്ന് പറയാൻ പേടിയാണ്. അങ്ങനെ ഉണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഹാപ്പി എന്നോട് പറയുമ്പോൾ ഒരു ഭയങ്കര വിഷമവർക്ക്, നേരെ മറിച്ച് ഒരു ടെൻഷനാണെന്ന് പറഞ്ഞു നോക്കി. അതിപ്പോ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ അങ്ങനെ തന്നെ അല്ലേ? ഹാപ്പി ആയ ചിഹ്നം നോക്കിയാൽ ആരും എന്താവൂല, നോർമലി വിടും. നേരെ മറിച്ച് ഒരു പ്രാർത്ഥിക്കുന്ന ചിഹ്നവും ഭയങ്കര എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു വരുന്നത് അതറിയാൻ വേണ്ടിട്ടാ. ഹാപ്പി ആയി ഇമോജി ഇട്ട് ഒരു മനുഷ്യൻ വരൂല, ജസ്റ്റ് ലൈക്ക് എടുത്ത് വിടും. നമ്മളൊരു കാറ് വാങ്ങിയൊക്കെ കൂടെ ഒപ്പുള്ള ആൾക്കാർ വരെ ഒരു നല്ലൊരു കമന്റ് അതിന് ഇടൂല. അതേസമയം ഒരു വിഷമമാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അത് വിഷമത്തിൽ പങ്കുചേരാനാവില്ല, ഇത് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് വരുന്ന. അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ ഒരുവിധം നല്ല ആളുകളും ഉണ്ടാവും. ബട്ട് നല്ലതും ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, നല്ലതും ഉണ്ട്, ഇതേമാതിരി സംഭവങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും സിനു ഹാപ്പി അല്ലേ? അപ്പൊ എന്തായാലും ഇനിയും എല്ലാ ആഗ്രഹങ്ങളും, ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം നടക്കട്ടെ. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ ഇരുന്ന ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.